നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SCERTയിലെ GK ക്വസ്റ്റ്യൻസ് ആണ്. ഇത് SCERT ബന്ധപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് ക്ലാസ് ആണ്. അപ്പം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. ആരാണ് ഈ വ്യക്തി? സുഭാഷ് ചന്ദ്രബോസ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നേതാജി എന്ന് വിളിക്കുന്നതും ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു. ആരാണ് ഈ വ്യക്തി? സരോജിനി നായിഡുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായ വനിത ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതൊക്കെ സരോജിനി നായിഡുവാണ്. നിസ്സഹകരണ സമരം നടന്ന വർഷം. നിസ്സഹകരണ സമരം നടന്നത് 1920-ലാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പനാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു ലോകമാന്യ എന്നറിയപ്പെടുന്നു ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്താണ്? നവംബർ 12-നാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12-നാണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12-ആണ് ഇന്ത്യയിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12-ആണ് ഇന്ത്യയിൽ ദേശീയ പക്ഷി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ആരാണ്? ഏത് ഭാഷയിലാണ് എഴുതിയത്? ദേശീയ ഗീതം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളി ഭാഷയിലാണ്. അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? 24 ആണ്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ട്? 8 ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട്? 28 ആണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26-നാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി അബ്ദുൽ ഗാഫർ ഖാനാണ്. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം കുമരകമാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂരാണ്. പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. ചമ്പാരൻ സമരം നടന്ന വർഷം 1917-ലാണ്. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. എറണാകുളം ജില്ലയിലാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനമാണ്. എറണാകുളം ജില്ലയിലാണ്. ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഓർണിത്തോളജി. ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ.